കണ്ടുകൊണ്ടിരിക്കുകയാണ് സുനു. How do you feel? Excited ഇങ്ങനെ ഏജിനെ കൊടുക്കുന്നത് എല്ലാവരും സന്തോഷമാണ്, ഹാപ്പിയാണ്. നമുക്കതൊരു 20 വരെ അവരൊക്കെ ഹാപ്പി തോന്നും ഗൈസ്. അത് കഴിയുമ്പോൾ ഹാപ്പിനെസ് ഇങ്ങനെ കുറയും. എന്റെ പ്രസന്റ് സിറ്റുവേഷൻ ഇപ്പൊ അങ്ങനെയാണ്. അപ്പൊ എനിവേ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് സുനു രാവിലെ തന്നെ സ്കൂളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ പഠിക്കുമ്പോൾ ആക്ച്വലി ബർത്ത്ഡേ ഡേ ഹായ് ഹലോ ഹലോ നമ്മൾ പഠിക്കുമ്പോൾ ആക്ച്വലി ബർത്ത്ഡേ അന്ന് കളർ ഡ്രസ് ആണ് ഇടാറുണ്ടായിരുന്നുള്ളൂ. സോ വി വർ സോ എക്സൈറ്റഡ്. അപ്പൊ സുനു മോള് കളർ ഡ്രസ് അല്ല യൂണിഫോം തന്നെയാണ്. അപ്പൊ സുനു കളർ ഡ്രസ് ഇടാത്തതിൽ എന്തെങ്കിലും വിഷമോ അങ്ങനെ എന്തെങ്കിലും? കളർ ഡ്രസ് ആണ് മെയിൻ ബർത്ത്ഡേ ഡേയ്സില്. ആക്ച്വലി ഞങ്ങളുടെ സ്കൂളില് 5th വരെ എന്തോ കളർ ഡ്രസ് ഇടാം, പിന്നെയാണ് ഇടാൻ പറഞ്ഞത്. സ്റ്റിൽ നല്ല രസമായിരുന്നു ബർത്ത്ഡേ ഡേ എൻജോയ് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ. അപ്പൊ എന്തായാലും സ്കൂളിൽ അവരുടേതായ ഒരു രീതിയിൽ സെലിബ്രേഷൻ ഒക്കെ ഫ്രണ്ട്സുമായിട്ട് ചില്ലായിരുന്നു. അപ്പൊ ആ സ്പെഷ്യൽ ഫുഡൊക്കെ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട് നാളെ വേണം കൊണ്ടുപോകാൻ അല്ലേ. നമ്മൾ നൈറ്റ് ആണ് സെലിബ്രേഷൻ പ്ലാൻ ചെയ്തത്. ഇപ്പോഴും ഇത് നൈറ്റ് ആണ് നമ്മൾ കേക്ക് കട്ടിംഗ് ഒക്കെ ചെയ്യുന്നത്. സോ അടിപൊളിയായിട്ട് ഡെക്കോറൊക്കെ ചെയ്തിട്ട് സുനു ബോ ഒരു തീം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബോ ആണ് ടച്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഗൗൺ ഒക്കെ ഡിസൈൻ ചെയ്യിപ്പിച്ച് ഇട്ടിട്ടുണ്ട് സുനു. എങ്ങനെ സുനു കേക്ക് ഇഷ്ടപ്പെട്ടോ സുനു? ഭയങ്കര ക്യൂട്ട് ഉണ്ട് കേക്കും ഭയങ്കര ക്യൂട്ട് പിങ്ക് എന്റെ ഒരു സ്റ്റൈൽ. അപ്പൊ നമുക്ക് കേക്ക് കട്ടിംഗ് ചെയ്താലോ? കേക്ക് കട്ടിയാലേ? അപ്പൊ ഞാൻ ഇത്രയേരം ക്യാമറ ചെയ്തോണ്ടിരിക്കുന്നായിരുന്നു. അപ്പൊ എന്റെ മോളുടെ 14ാമത്തെ ബർത്ത്ഡേ ആയിട്ട് ഒന്ന് പറയട്ടെ, ഫുള്ള് എന്താ പറയാ ഓരോരോ തിരക്കിലായിരുന്നു. ഇതെല്ലാം സെറ്റ് ചെയ്യിപ്പിക്കലും കാര്യങ്ങളും, പിന്നെ ഇന്നലെ മുതൽ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന്റെ ബിസി ആയിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു 14ാമത്തെ ബർത്ത്ഡേ ആയിട്ടും ഓരോ ബർത്ത്ഡേക്ക് നമ്മളൊരു കുറവ് ഇന്നവരെ ഇൻഷാല്ലാ നമ്മൾ കുറച്ചു വേണ്ടി നമ്മൾ വരുത്തിയിട്ടില്ല. ഇനിയും വരുത്തരുത് എന്നാണ് ആഗ്രഹം അല്ലെ സുനു? ഹാപ്പി അല്ലേ? ഇതെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് എല്ലാം അടിപൊളിയായിരുന്നു. നല്ല ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ. കേക്ക് നീ ഉദ്ദേശിച്ചവരൊക്കെ തന്നെ ആയില്ലേ? എല്ലാം സെറ്റായി ക്യൂട്ടായിട്ടുണ്ട്. എന്താണ് 14ാമത്തെ ബർത്ത്ഡേ ആയിട്ട് എന്താണ് എനിക്ക് പറയാനുള്ളത്? കുറച്ച് പറ. എന്തായാലും ഞാൻ വിചാരിച്ചു ഇവര് പറയിപ്പിക്കുന്നു വിചാരിച്ചു ഭക്ഷ്യമൊക്കെ. ആ പറ, എന്താണ് ഈ ഒരു വർഷത്തിൽ ഈ 14ാമത്തെ വയസ്സിൽ എന്തൊക്കെ അച്ചീവ് ചെയ്യണമെന്നാണ് നിന്റെ ആഗ്രഹം? നന്നായിട്ട് പഠിക്കാനൊരു ഇതുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യം തന്നെ അത് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. പിന്നെ നന്നായിട്ട് പഠിച്ച് പിന്നെ ഇങ്ങനെ ഓരോ വർഷം ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ സെലിബ്രേഷൻസ് ഇടയ്ക്ക് ഔട്ട് ഓഫ് കൺട്രി ഒക്കെ ട്രാവലൊക്കെ ചെയ്ത് ഫാമിലി ആയിട്ട് അല്ലേ? അത് സുനുമയാണ്. സുനു ഭയങ്കര ഇഷ്ടമാണ് ഈ പുറത്ത് രാജ്യങ്ങളിലൊക്കെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, എന്തായാലും സുനുവിന്റെ എല്ലാ ആഗ്രഹങ്ങളും പഠിച്ചു സാധിച്ചു കൊടുക്കട്ടെ. അപ്പൊ സുനു നമുക്ക് കേക്ക് കിട്ടിയാലേ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ സുനു, ഹാപ്പി ബർത്ത്ഡേ ടു യു. യമ്മി യമ്മി. വെരി ഹാപ്പി ബർത്ത്ഡേ. മേ Allah bless you. എല്ലാ ഡ്രീംസും സക്സസ് ആവട്ടെ. ആമീൻ. അടുത്ത മാസമാണ് എന്നാലും ഇന്ന് നടക്കേ ഇത് വെയിറ്റിംഗ് ആണ്. നമ്മുടെ ഡയറ്റൊക്കെ പറഞ്ഞു. നല്ല കേക്ക് ആദ്യം വെച്ചിട്ട് ഈ വേറെ കേക്ക് കട്ടിയിട്ടിരിക്കും. കേക്ക് കെട്ടിയൽ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് സുനുവിന്റെ ചെറുതായിട്ടൊന്ന് ക്രീമൊക്കെ ഒന്ന് തേച്ചിട്ടുണ്ടെന്നല്ലാണ്ട് കുറച്ചുകൂടെ തേച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് റീൽസിന്റെ ക്ലിപ്പിംഗ്സ് ഒക്കെ എടുത്തൊക്കെ കഴിഞ്ഞു. അപ്പൊ സുനു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം പരിപാടി ചടങ്ങുകളുണ്ട്. എന്താണ് സുനു നീ എക്സ്പെക്ട് ചെയ്യുന്നത്? ഇഷ്ടപ്പെട്ട മൊമെന്റ് ആണോ? അതാണ് സുനു ഇങ്ങനെ നിൽക്കുന്ന ഫോണിൽ ഇവിടുന്ന് ഷോപ്പിംഗ് ഒക്കെ അത്ര കുഴപ്പമില്ല. എങ്ങനെയായാലും നോ പ്രോബ്ലം. സെലിബ്രേഷൻ ചെയ്യാനായാലും ഈ മൊമെന്റിന് വേണ്ടിയാണ് അവൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണത്. ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ സുനുവിന്റെ മെയിൻ സുനുവിനെ എന്താണ് ഗിഫ്റ്റ്?
സുനിൽ അതാണ് തന്നെ അങ്ങനെ വെയിറ്റ് ചെയ്യിക്കലാ പോരട്ടെ. ഒന്നും അറിയാത്ത പോലെ എനിക്കങ്ങനെ അപ്പൊ ആര് ഫസ്റ്റ് ഗിഫ്റ്റ് കൊടുത്തു? ഉമ്മച്ചി ഉമ്മച്ചി. ഉമ്മച്ചി പോയിട്ട് വരാം. വാങ്ങാൻ പോണോ? നമുക്ക് സുനിലിന്റെ അടുത്ത് guess ചെയ്യാൻ പറ്റില്ല. സോ പറ. പറയണേ. എന്തായിരിക്കും ഉമ്മച്ചി എന്താ ഉമ്മച്ചി ഗിഫ്റ്റ് ആയിരിക്കും? എന്തായിരിക്കും അതെ You can opt three things. അതെ You can say three പറ things. നോക്കാം. No, no. അങ്ങനെ പറയാൻ പാടില്ല. അല്ല, എന്നാലും എനിക്ക് എന്നാലും- എനിക്കൊരു clue ഇല്ല എനിക്ക്. You can, yes. ഉമ്മച്ചി എന്തായിരിക്കും തരാൻ വേണ്ടി പോകുന്നത്? എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും പറയാ, കുഴപ്പമില്ല. അത് ഒരു ശരിക്കും അറിയാൻ iPhone പറ്റില്ലല്ലോ അല്ലെങ്കിൽ. ഒരു iPhone 16 Pro Max ആ. പറ. നീ ഇങ്ങനെ ഒരു വലിയ- laptop ആ. നീ ഇങ്ങനെ വലിയൊക്കെ പറയാവുന്ന ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യൂലേ? എനിക്ക് ആ, പറഞ്ഞോ. കാണും. അല്ല അതിപ്പോ നീ പറ അത് കൊടുക്കുമ്പോഴല്ലേ കാണുള്ളൂ. എനിക്ക് ക്യാമറയിൽ അതിലുണ്ട്. ക്യൂരിയസ് ആണ് സുനു. അപ്പൊ സോനുന്റെ ഫസ്റ്റ് സോനുന്റെ ഉമ്മച്ചിയുടെ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയിരുന്നു. What? അതിൽ ഇഷ്ടമായി നോക്കി. യെസ് Oh, nice. നല്ല രസമുണ്ട്. ഈ മോഡൽ ഇല്ലല്ലോ നിനക്ക്. Yeah. തിരിച്ച്. കയ്യിലോട്ട് പോകാം. ഓക്കെ ഇപ്പൊ ഓക്കെ സുനിഷ്ടേ സുനുവിന് ആ മോഡലില്ല. സുനുവിന് വേറെ 3-4 വാച്ചുള്ളതൊക്കെ മറ്റേ സ്റ്റാഫാണ്. അപ്പൊ സോനു തന്നെയാണ് പറഞ്ഞ അവിടെ ഇതുപോലെ ഗോൾഡൻ കളറിലൊരു സ്റ്റാഫ് ഉള്ളത് ചെയ്തുള്ള വാങ്ങിക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പൊ അത് ഇനി അടുത്ത് കൊടുത്തു. ഇല്ല നീ കൊടുത്തു. ഇവിടെയാണോ? അയ്യോ എല്ലാവരും തൊടുവ് കൊടുക്കല്ലോ ഒരു അതിനകത്ത് എന്റെ ഗിഫ്റ്റ് അത് മാറ്റിക്കൊണ്ട. അങ്ങനെ സുനു ഗിഫ്റ്റിനായി കാത്തിരിക്കുകയാണ്. സുനു വെയിറ്റിംഗ് ആണ്. അടുത്തത് എന്തായാലും Happy birthday to you. ഒരു ലോഡ് സാധനങ്ങളുണ്ടല്ലോ സുനിന്റെ കണ്ടമാന സാധനങ്ങളുണ്ടല്ലോ. ആ ഇതിപ്പോ കാണിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇപ്പൊ കാണിക്കുന്നില്ല. സുനു എന്തായാലും സെപ്പറേറ്റ് വീഡിയോ ചെയ്യും. ഒരു ലോഡുണ്ട്. ഓക്കെ അപ്പൊ ഞാന് വേറെ കുറച്ച് സംഭവങ്ങൾ തരാം. ഫ്രണ്ടിലോട്ട് വെക്കാം. Oh my God. പക്ഷേ അങ്ങനെയല്ല, പിന്നെ പറയാം. ആദ്യം സുനിൽ തന്നൊരു ഗിഫ്റ്റ് Yeah. ഇത് ആര് നന്നായിരിക്കും എന്നുള്ളത് സുനിൽ ഗസ് ചെയ്യാം. Yes. ഇത് ഗിഫ്റ്റ് റാപ്പ് ഒന്നും ചെയ്തിട്ടില്ല കാരണം അതിനൊന്നും പറ്റിയിട്ടില്ല. നമ്മളല്ല. നമ്മളല്ല ഞങ്ങളല്ല. ആരായിരിക്കും സുനുവിന് ഒരു ഗിഫ്റ്റ് തന്നെ? പക്ഷെ റാപ്പ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൊറോണ വഴിയൊക്കെ വന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഈ ബോക്സിലാക്കിയാണ് ഉള്ളത്. ആരാ? ആരായിരിക്കും? Surprise. This is a real surprise. Surprise. അതെ അതെ This is actually called a surprise. ആരായിരിക്കും? ഞാൻ clue തരട്ടെ so that you can guess. She loves you a lot. Yeah. You are her favorite girl. And you are like a sick അത്ര പറയുമ്പോ തന്നെ മനസ്സിലാവുന്നതാണ്. ആരായിരിക്കും? അഞ്ചു കാണുന്നുണ്ടല്ലോ. അഞ്ചു കറക്റ്റ് ആയിട്ട് അഞ്ചിന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുനുവിന് അത്ര പ്രിയപ്പെട്ടതാണ് അഞ്ചു അല്ലെ? യെസ്. So she is അയ്യോ അച്ചുവിന്റെ gift കിട്ടിയത് സുനുവിനെ കറിയിപ്പിച്ച് സുനു കാണാനായിട്ട് ഇരിക്കുന്നു. അഞ്ചുവിനെ ഗിഫ്റ്റ് കണ്ടിട്ട് കറച്ചു അഞ്ജുവിന്റെ ഗിഫ്റ്റ് കിട്ടി. ഞങ്ങള് കൊടുത്തപ്പോ പോലും കരണ്ടിട്ടില്ലത്. സുനു പൊടിച്ചു നോക്കണ്ടേ? പൊടിച്ചേ വലിച്ചു കുറച്ച് പൊടിച്ചു പൊടിച്ചു. സുനുവിന് എന്തായാലും അതെന്തായാലും ഇപ്പൊ തന്നെ നോക്കണം. സുനുവിന് എന്തായാലും ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. സുനു ഞങ്ങളുടെ ഗിഫ്റ്റിനൊന്നും ഒരു വിലയില്ലല്ലേ? Anjum is ആ? so sweet actually. സുനുവിനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. സുനുവിനെ തിരിച്ചു അങ്ങനെയാണ്. ഗൈസ് അപ്പൊ പൊട്ടിച്ച് കഴിഞ്ഞു. യാ മോനെ സുനു എടുത്തു വരുന്നേ. സുനുവിന്റെ കയ്യിലേക്ക് എടുത്തു വരുന്നേ. Wow, this is വാവ് വാവ്. this is pretty. ഹാപ്പി ബർത്ത്ഡേ. She's blushing. സുനു എക്സ്പെക്ട് ചെയ്തായിരുന്നോ സുനു? ഇല്ല. ഇല്ല. So if അടിപൊളിയാ. you watch about Anjum, no? എനിക്ക് ആദ്യം ഇതൊന്ന് കാണിക്കട്ടെ. കൊള്ളാം കിട്ടില്ല ഗിഫ്റ്റ്. ഓപ്പൺ ചെയ്ത് നോക്കണം സുനു. അല്ലെ വേണ്ട ഇപ്പൊ വേണ്ടല്ലേ. നീ ഇപ്പൊ എന്തായാലും വേറെ വീഡിയോ ചെയ്യുമല്ലോ അതിൽ ഓപ്പൺ ചെയ്താൽ മതി. ഓക്കെ ആ പറ സുനു. അഞ്ജുമിനെ പറ്റി പറ. അഞ്ജു അഞ്ജും ഞാനും ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഇങ്ങനെ കുറച്ച് നാളെ ഞങ്ങള് ഭയങ്കര ഒരു ഫ്രണ്ട്സ് ആയിട്ട് ഭയങ്കര സ്വീറ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പേഴ്സൺ ആണ് അഞ്ജും.
സെയിം ക്യാരക്ടറാണ്. അഞ്ജുവും സുനു എന്ന് പറയുന്നത് സെയിം എക്സാക്ട് സെയിം ആണ്. ഞാൻ എന്തൊക്കെ ചെയ്യും അവൾ അങ്ങനെയാണ് എന്നെ പോലെയാണ്. സെയിം ടേസ്റ്റ് സെയിം സോൾമേറ്റ് പോലെയാണ് അഞ്ചും. ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. നമ്മളിവിടെ 50 പഠിക്കുമ്പോഴായിട്ട് പരിചയപ്പെടുത്താണോ അല്ലെ? അഞ്ജു എന്ന് പറയുമ്പോൾ കാസർഗോഡ് ഉള്ളവർക്ക് അറിയായിരിക്കും. കാസർഗോഡ് അച്ചൂച്ചാന്റെ ഏറ്റവും ഇളയ മോളാണ്. അതെ, അഞ്ജു. ഓക്കെ സുനു, ഹാപ്പി അല്ലേ? ഓക്കെ, ഇനിയിപ്പോ അടുത്തത് ഇനി അടുത്ത ഗിഫ്റ്റിന് വേണ്ടിയിട്ടുള്ളത് അടുത്തത് കൊണ്ടുവരാം. ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഇനി നിങ്ങൾ എന്തുകൊണ്ടൊക്കെ കാര്യമില്ല. എമോഷൻസ് ഒക്കെ കഴിഞ്ഞു. Emotions ഒക്കെ കഴിഞ്ഞു. അഞ്ജുവിന് കറക്റ്റ് അടുത്തൊരു ഗിഫ്റ്റ്. ഇത് അടുത്ത ഗിഫ്റ്റ്. ഇത് നമ്മുടെ ഷോപ്പിലെ ഓഫീസിലെ സ്റ്റാഫ് ആതിരയുണ്ട്. ആതിര തന്ന ഗിഫ്റ്റ് ആണ്. ഓപ്പൺ ചെയ്ത് നോക്കിയോ. ആതിര എന്ന് പറയുമ്പോ എന്തായിരിക്കും? ഡ്രോയിങ് ചെയ്തായിരിക്കും. ആതിര നന്നായിട്ട് ഡ്രോ ചെയ്യും. അപ്പോഴേക്കും എല്ലാവരുടെ ബർത്ത്ഡേക്കും എല്ലാവരുടെ ഫോട്ടോ വരച്ച് ഫ്രെയിം ചെയ്ത് കൊടുക്കാറുണ്ട്. എന്റെ ബർത്ത്ഡേക്ക് കഴിഞ്ഞ എന്റെ ബർത്ത്ഡേക്ക് ആ, നിന്റെ ബർത്ത്ഡേക്ക് കറക്റ്റ് അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട്. അതിരക്ക് എന്താ പറയാനുള്ളത്? അതിരക്കല്ല, അതിനോട് എന്താ പറയാനുള്ളത്? താങ്ക് യു ചേച്ചി. ഞാൻ റീൽ ഇട്ടായിരുന്നില്ലേ ചേച്ചി, അപ്പൊ ഞാൻ അതിൽ തന്നെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നിനക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവില്ലേ? ഡ്രോയിങ് നല്ല രസം. അതിര അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ട് വരച്ചിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ ഇനിയിപ്പോ എന്താ ഉണ്ടാവില്ല. ഞാൻ കൊറേ ഇപ്പൊ കൊണ്ടുവരും വിചാരിച്ചോണ്ടിരിക്കുക. അപ്പൊ 2 പ്രാവശ്യം വേറെ ഗിഫ്റ്റ് ആണ് കൊണ്ടത്. ഫൈനലി ഇപ്പോഴെങ്കിലും കൊണ്ടുവരുമായിരിക്കും. എന്താന്ന് എന്നാ സുഖം. എന്റെ വക വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിരിക്കും. എന്തായിരിക്കും സിനു? എന്തായിരിക്കും എന്തായിരിക്കും പറ. ഇനി ഞാൻ എന്ത് കൊടുക്കുന്ന കാര്യമില്ല. അഞ്ചുവിന്റെ ഗിഫ്റ്റ് കിട്ടിയിട്ട് ആകെ എന്ത് കൊടുക്കുന്ന കാര്യമില്ല. എന്നാലും കുഴപ്പമില്ല. മാല എന്നുള്ള കറക്റ്റ് ഗസ് കിട്ട. സുനുവിന് ഒരു കിട്ടുന്ന ഡയമണ്ട് ചെയിൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് മാത്രല്ല നമ്മളെപ്പോഴും ആണ് ചെയിൻ പോലെയല്ല. ഈ ചെയിനും ഫുള്ള് ഷൈനുള്ള ടൈപ്പ് ചെയിനാണ്. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? ഇനി മഷ്റൂം ഇടുവാ. അടിപൊളിയല്ലേ? അപ്പൊ അടുത്തത് കഴിഞ്ഞിട്ടില്ല സാർ, ഒന്നും കൂടി ഉണ്ട്. നമ്മളെല്ലാവരും അതെ, അങ്ങനെ പറഞ്ഞു യെസ്, ഒരു ഡയമണ്ട് റിംഗും സുധുവിന്റെ കളക്ഷനിൽ ഒന്നും കൂടെ കൂടിയിട്ടുണ്ട്. അതെ അതെ, അവൾക്ക് ഭയങ്കര ഇഷ്ടം റിങ്സ്. അതെ, ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള റിംഗ് ആണ്, 2 ടൈപ്പ് വന്നത്. ഓക്കെ സുനു, റൈറ്റ് ആയിരുന്നു. ഓടെ ഇതാ എല്ലാവരിലും ഉണ്ട്. അതാ കണ്ടിട്ടാണ് ഓക്കെ. അപ്പൊ സുനുവിന് ഞങ്ങളുടെ വകയുള്ള ഗിഫ്റ്റുകളൊക്കെ കഴിഞ്ഞ്. അപ്പൊ ഈ പ്രാവശ്യം വലിയൊരു നമ്മുടെ വീഡിയോയിൽ ഒരു പോരായ്മ ഉണ്ട് അല്ലേ? നല്ല ഭംഗിയില്ല, ഇഷ്ടമില്ലേ? ഈ പ്രാവശ്യം നമുക്ക് സുനുവിന്റെ ബർത്ത്ഡേക്ക് നമ്മുടെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ വന്നാലും ഒരു വലിയൊരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഫാമിലി നമ്മുടെ കൂടെ ഉണ്ടാവും, അജിത്ത് ആൻഡ് ഫാമിലി. ഈ പ്രാവശ്യം സുനു ഭയങ്കര രാവിലെ പോലും പറയണ്ടായിരുന്നത് ഭയങ്കര മിസ്സിംഗ് ആണ് അജിത്താനും ഫാമിലിനെയും റഫീഖിനെയൊക്കെ. അപ്പൊ വേറെ ഒന്നുമല്ല, ഈ പ്രാവശ്യം അജിത്തിന്റെ ഹസ്ബൻഡ് അതായത് റഫീഖാക്ക് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അപ്പൊ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു, പനിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കാണാനൊക്കെ. അപ്പൊ അജിത്ത, റഫീഖ, റിച്ചു എല്ലാരും ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. അല്ല സുനു, പറ, എന്താണ് പറയാനുള്ളത്? അജിതാനില്ലാത്തതിന്റെ ഒരു മെയിൻ ഒരു ഇതാണ് ഇവിടെ ഉള്ളത്. ആക്ച്വലി അജാൻ എല്ലാ ഫംഗ്ഷൻസിനും വരാറുണ്ട്, എല്ലാവരും ബർത്ത്ഡേസ് എല്ലാത്തിനും. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒന്നിനും വരാണ്ടായപ്പോ സുനു പറയണ്ടായിരുന്നു
ഇല്ലാതെ ഒരു രസമില്ല. അജിത്ത കേൾക്കണ്ടല്ലോ, അജിത്ത നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്, റഫീഖാനൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് റഫീഖിന്റെ അസുഖം മാറിയിട്ട് നമുക്ക് അടുത്ത പരിപാടി അടിച്ചു പൊളിക്കണം. പക്ഷെ റഫീഖ് ഡിസ്ചാർജ് അപ്പൊ തന്നെ വരും. എന്താണ് നിന്റെ അവന്റെ ബർത്ത്ഡേ ഒക്കെ ഉണ്ട് അപ്പൊ തന്നെ. ഓക്കെ, അപ്പൊ സുനു എന്താ ഹാപ്പി അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഈ വ്ളോഗുകൾ വൈൻഡപ്പ് ചെയ്യാലും. ഗിഫ്റ്റ് ഒക്കെ കിട്ടി. പിന്നെ ബാക്കിയുള്ള സംഭവം അശ്മി എന്ത് കൊണ്ടുവന്നത്, അഞ്ജു എന്താണ് കൊണ്ടുവന്നത്, ഇതെല്ലാം ഓപ്പൺ ചെയ്തിട്ട് വീട്ടിൽ പോയി അപ്പൊ തന്നെ എടുക്കണം വീഡിയോ. അപ്പൊ തന്നെ നീ തന്നെത്താനെ വീഡിയോ എടുത്തു. ഞാൻ കുറച്ച് റെസ്റ്റ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് കൊടുത്തു. അപ്പൊ കൊറേ പേര് എന്നെ വിഷ് ചെയ്തു, DM ചെയ്തു. മീൻസ് എല്ലാവരും എന്നെ വിഷ് ചെയ്തു. എല്ലാവർക്കും ഞാൻ താങ്ക് യു പറയാണ്. ഞാൻ എല്ലാവർക്കും ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. എന്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും എന്നെ വിഷ് ചെയ്തതിന്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോയിൽ കണ്ടവര് ബൈ ബൈ.